കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നാൽ അത്തരം കേസുകൾ അന്വേഷിക്കാൻ CBIക്ക് മാത്രമേ നിയമപരമായ അധികാരമുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ദീർഘകാലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. സംസ്ഥാനങ്ങൾക്കുള്ളിൽ അഴിമതി ആരോപണങ്ങളിൽ അകപ്പെടുന്ന കേന്ദ്ര ഉദ്യോഗസ്ഥർ സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണങ്ങളിൽ നിന്നും നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ നിയമകവചമായി ഉയർത്തിക്കാട്ടിയിരുന്ന ഈ വാദത്തിനെതിരെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തവും ശക്തവുമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന പരിധിക്കുള്ളിൽ നടന്ന അഴിമതി കേസുകളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ സംസ്ഥാന ഏജൻസികൾക്ക് അന്വേഷിക്കാനും നടപടി സ്വീകരിക്കാനും കഴിയില്ലെന്ന വാദത്തിന് ഇതോടെ ഔദ്യോഗികമായി അവസാനമായിരിക്കുന്നു. കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെ ലഭിക്കുന്ന അഴിമതി ആരോപണം അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോക്ക് നിയമപരമായ അധികാരമുണ്ടോ? CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ അത്തരം കേസുകൾ നിയമപരമായി നിലനിൽക്കുകയുള്ളൂ എന്നീ രണ്ട് നിർണായക ചോദ്യങ്ങളായിരുന്നു സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലൂടെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് മുന്നിലെത്തിയത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ സെക്ഷൻ 17 വിശദമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അതിപ്രധാനമായ വിധി പ്രസ്താവിച്ചത്. നിയമവൃത്തങ്ങൾക്കുള്ളിൽ പോലും ആശങ്കയും അഭിപ്രായ ഭിന്നതയും സൃഷ്ടിച്ചിരുന്ന ഈ വിഷയത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തിയതോടെ അഴിമതികൾക്കെതിരെയുള്ള ജുഡീഷ്യറിയുടെ നിലപാട് അതിശക്തമാവുകയാണ്. വിശദമായി പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ ജീവനക്കാരനെതിരെ രാജസ്ഥാൻ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഫയൽ ചെയ്ത അഴിമതി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാജസ്ഥാൻ ഹൈക്കോടതിയിലെത്തിയ പെറ്റീഷനിൽ നിന്നാണ് കേസിൻ്റെ തുടക്കം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ കേസെടുക്കാനും അന്വേഷണം നടത്താനും സംസ്ഥാന ഏജൻസികൾക്ക് അധികാരമില്ലെന്നായിരുന്നു പെറ്റീഷണറുടെ വാദം. പ്രതി കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെങ്കിൽ പോലും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം രാജസ്ഥാൻ ആൻറ്റി കറപ്ഷൻ ബ്യൂറോക്ക് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും പൂർണ്ണ ന്യായാധികാരമുണ്ടെന്നായിരുന്നു രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധി. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിയിൽ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പെറ്റീഷണറായ നവാൾ കിഷോർ മീന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ജസ്റ്റിസ് പർദിവാലയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ച ഏജൻസിക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനും ചാർജ് ഷീറ്റ് സമർപ്പിക്കാനും അധികാരമുള്ളൂ എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ജീവനക്കാരനായ അപേക്ഷകന്റെ പ്രധാന വാദം. അഥവാ സംസ്ഥാനങ്ങൾക്കുള്ളിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർ അഴിമതി ചെയ്താലും സംസ്ഥാന ഏജൻസികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്ന് സ്ഥാപിക്കലുമായിരുന്നു അപേക്ഷകന്റെ താല്പര്യം. പക്ഷേ വാദങ്ങൾ പൂർണ്ണമായി കേട്ട ശേഷം സുപ്രീം കോടതിയുടെ വിധി രാജസ്ഥാൻ ഹൈക്കോടതിയുടെ വിധിയെ ശരിവെക്കുകയായിരുന്നു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി കേസുകളിലും സംസ്ഥാന പോലീസ് ഏജൻസികൾക്ക് അന്വേഷണം നടത്താനും ചാർജ് ഷീറ്റ് സമർപ്പിക്കാനും പൂർണ്ണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ സംസ്ഥാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായി CBIയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും CBIയുടെ അനുമതി ഇല്ലെന്ന കാരണത്താൽ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ച ചാർജ് ഷീറ്റ് അസാധുവായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി അടിവരയിടുക കൂടി ചെയ്തതോടെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്രയും കാലം ഉണ്ടെന്ന് കരുതിയിരുന്ന പരിരക്ഷയും നിയമകവചവും ഇല്ലാതായിരിക്കുകയാണ്. അഴിമതിക്കെതിരെയുള്ള നടപടികളിൽ കേന്ദ്ര ഉദ്യോഗസ്ഥനെന്നോ സംസ്ഥാന ഉദ്യോഗസ്ഥരെന്നോ വ്യത്യാസമില്ലെന്നു തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ ഒരു സംസ്ഥാനത്തിൻ്റെ ഭൗമപരിധിക്കുള്ളിൽ അഴിമതി കുറ്റം ചെയ്താൽ ആ സംസ്ഥാനത്തെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിക്കാനും നിയമപരമായ അധികാരമുണ്ടെന്നും അത്തരം കേസുകളിൽ അധികാരം കേന്ദ്ര അന്വേഷണ ബ്യൂറോക്ക് മാത്രം പരിമിതമാണെന്ന വാദം പൂർണ്ണമായും നിയമപരമല്ലെന്നും അന്വേഷണം ആരംഭിക്കാൻ CBIയുടെ മുൻകൂർ അനുമതി സംസ്ഥാന ഏജൻസികൾക്ക് ആവശ്യമില്ലെന്നും സുപ്രീം കോടതി തീർത്തു പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി കേസുകൾ അന്വേഷിക്കാൻ CBIക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന വാദത്തിന് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ ചട്ടങ്ങൾ എങ്ങനെ പരിശോധിച്ചാലും സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണാധികാരം ദുർബലപ്പെടുത്തുന്നില്ലെന്നും പ്രസ്തുത ആക്ട് CBIക്ക് ചില പ്രത്യേക കുറ്റങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം നൽകുന്ന നിയമം മാത്രമാണെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 1973 കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാരനായിരുന്ന AC ശർമ്മയുടെ പെറ്റീഷനിലും സുപ്രീം കോടതി സമാന നിലപാടാണ് സ്വീകരിച്ചതെന്നും ബെഞ്ച് ഓർമ്മപ്പെടുത്തി. AC ശർമ്മ വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ എന്ന കേസിന് പുറമെ അശോക് കുമാർ കൃത്വാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, അരവിന്ദ് ജെയിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് നവനീത് കൃഷ്ണൻ എന്നീ കേസുകളുടെ വിധികളും സുപ്രീം കോടതി വീണ്ടും ശരിവെച്ചു.
പരിശോധിച്ച് വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ എന്ന പദവി അഴിമതി നടത്തിയാൽ അതിനെതിരെയുള്ള അന്വേഷണം, നടപടി എന്നിവയിൽ നിന്നും ചുറ്റുമതിൽ തീർക്കുന്ന നിയമപരമായ കവചമല്ല. സംസ്ഥാന പരിധിക്കുള്ളിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർ അഴിമതി കാണിച്ചാൽ അത് അന്വേഷിക്കാനും അനുയോജ്യ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് ഏജൻസിക്കും ആന്റി കറപ്ഷൻ ബ്യൂറോക്കും പൂർണ്ണ അധികാരമുണ്ട്. CBI അന്വേഷണം മാത്രമേ സാധുവാകൂ എന്ന വാദം ഇനി നിലനിൽക്കില്ല. അപ്പോഴും വളരെ കൃത്യമായൊരു നിയമനിർമ്മാണത്തിൻ്റെ അഭാവം നിലനിൽക്കുന്നുണ്ട്.